മെഗാജ് വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളന്ന് കാണുന്നത് പാമ്പാടിയിൽ 5.5 സെന്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. റോഡ് ഫ്രണ്ടേജ് ആണ്. റോഡും വഴിയൊക്കെ നമുക്ക് കാണാം. തൊട്ടടുത്താണ്. റോഡിനോട് ചേർന്നിട്ടുള്ള വീടിന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, നമുക്കിപ്പോൾ 5.5 സെന്റ് സ്ഥലത്തിൽ വരുന്ന രണ്ട് നില വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വരുന്നത് 1650 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ സ്പേസ് വരുന്നത്. നമുക്കിതിൽ കുടിവെള്ളം ഉണ്ട്, കുടിവെള്ള പദ്ധതിയുടെ വെള്ളമുണ്ട്, കുഴൽക്കിണറിന്റെ വെള്ളമുണ്ട്. ഇതിൽ നമുക്ക് ഹ്യൂജ് റൂംസ് ആണ് ഉള്ളത്, നല്ല വലുപ്പത്തിലുള്ളതാണ്. അതിൻ്റെ നമുക്ക് ഉൾദൃശ്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇവിടുന്ന് തിരുവില്ലാമല ടൗൺ അടുത്താണ്, പാമ്പാടി തൊട്ടടുത്ത് തന്നെയാണ്. സ്കൂളുകളുണ്ട്, അതേമാതിരി അമ്പലങ്ങൾ, എല്ലാ ഫെസിലിറ്റീസും ഉള്ള, നെഹ്റു കോളേജ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത്. തൊട്ട് ചേർന്ന് നമുക്കിതിന്റെ 4 സൈഡിലും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ വണ്ടി നിർത്താനുള്ള സ്പേസ് നല്ല ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ചാരുപടി ഉണ്ട്. ചാരുപടി ചെയ്തിട്ടില്ല, ചാരുപടി അതിനോട് ചേർന്ന് നമുക്ക് ചെരുപ്പ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോക്സ് ഒക്കെ ഇതിൽ തന്നെ പണിതുണ്ട്. ഇവിടെ നമുക്ക് കാർ പോർച്ച് കാണാം. പുതിയ വീടാണ്. ഇതിൽ പാല് കാച്ചി നമുക്ക് ചാവി തരും, പാല് കാച്ചി ഇരിക്കാം. റോഡിനോട്ട് തൊട്ട് ചേർന്ന സ്ഥലമാണിത്. നമുക്കിപ്പോ മെയിൻ റോഡിലേക്ക് അടുത്ത് തന്നെയാണ്. നടന്നിറങ്ങുന്ന ദൂരം തന്നെയുള്ളു. ഒരു 10 അടി നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പായി. നമ്മളതിൻ്റെ ഉള്ളിലത്തെ ഷോക്കേഴ്സ് ഒക്കെയാണ് നല്ല രീതിയിൽ അവർ പണിതിട്ടുണ്ട്. മാക്സിമം മരപ്പണി വെച്ചാണ് ചെയ്തേക്കുന്നത്. അത് ടൈൽസൊക്കെ നല്ല വലുപ്പമുള്ള ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് TV യൂണിറ്റിൻ്റെയും ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള സ്പേസുകൾ ഇതിൽ വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് 2 റൂമുകൾ സ്ഥിതി ചെയ്യുന്നത്. ചുമരലമാരകൾ എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വെട്ടവും വെളിച്ചമുള്ളൊരു റൂമുകളാണ്. ഇതിൽ നമുക്ക് എല്ലാം ജോൺസന്റെ ഒക്കെയാണ് നമുക്ക് ഇതില് ഇത് ക്ലോസറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത്, യൂറോപ്യൻ ക്ലോസറ്റ്. അതേമാതിരി ഡിസൈനിലൊക്കെയാണ് ടൈൽസ് ഒക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി വർക്കാണ് ചെയ്തേക്കുന്നത്. മുകളിൽ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് വേറെയുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ, ബോക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. റൂം നല്ല വലുപ്പത്തിലുള്ള റൂമാണ്. അടുത്ത റൂം 2ാമത്തെ റൂമാണ്. താഴത്തെ നിലയിൽ 2 റൂമാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് അലമാരകൾ കൊടുത്തിട്ടുണ്ട്. ചുമര അലമാരകൾ റാക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ മൊബൈൽ ചാർജ് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലാബ് കൊടുത്തിട്ടുണ്ട് അവിടെ. ജോൺസന്റെ ഒക്കെയാണ് നമ്മുടെ ക്ലോസറ്റ്. ക്രിപ്പിൻ ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ള റൂം തന്നെയാണ്. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഒരു ഹാളുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഡിവൈഡായിട്ട് അപ്പുറത്ത് നേരെ കാണുന്നത് ഒരു ഡൈനിങ് റൂം കൂടെ ഇതിൽ ഉണ്ട്. ഇതിനോട് ചേർന്ന് ഡൈനിങ് ഹാള്. ഇതിലൊക്കെ നമുക്ക് ഇൻവെർട്ടറൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്.
കോണിപ്പടിയുടെ താഴെ സ്പേസ്, ഇതിൻ്റെ കോണിപ്പടിയുടെ സ്ട്രെയിറ്റ് വരുന്ന സ്പേസ്. ഇവിടെ നമുക്ക് ഡൈനിങ് ഹാളുണ്ട്. നല്ല വലുപ്പത്തിലുള്ള ടൈൽസാണ് എല്ലാത്തിലും യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ റാക്ക് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീടാണ്. ഇതാണ് നമുക്ക് അടുക്കള പിന്നെ ഡൈനിങ് ഹാളിൽ നിന്നുള്ളൊരു ദൃശ്യം. ഇവിടെ നമ്മുടെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ സിങ്ക് എല്ലാ ക്യാബിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു അടിയിലൊക്കെ റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ആണ്. അവിടെ ഒരു കൊട്ടത്തല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ബാത്റൂം കൊടുക്കുന്നുണ്ട്, കോമൺ ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ പോകുന്ന കാണാം. മെയിൻ റോഡിനോട് ചേർന്നിട്ടാണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അടുക്കള പോർഷനിലൊക്കെ മാക്സിമം റാക്കുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി അപ്സ്റ്റേറിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്സ്റ്റേറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാൽക്കണി, ഓപ്പൺ ടെറസ് ഉണ്ട്, അതേമാതിരി ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെയും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു അലമാര ഉണ്ട്. ഇവിടെ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ടെറസിൻ്റെ പോർഷനാണ്. ഇത് വേണമെങ്കിൽ നമുക്കിനി അടുത്ത റൂമുകൾ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. നല്ല സ്പേസ് ഒരുപാടുണ്ട്. ഇവിടെ ഒന്നും റോഡ് കണക്ഷൻ നമുക്ക് കാണാം. അതേമാതിരി ഈ ടാങ്ക് ഇരിക്കുന്നത് മോട്ടർ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ കുടിവെള്ളത്തിൻ്റെ വാട്ടർ ലൈൻ ഇതിൽ നിന്ന് നമ്മളടിച്ച് മുകളിലും ടാങ്ക് വെച്ചിട്ടുണ്ട്. യഥേഷ്ടം വെള്ളമുള്ള ഏരിയയാണ്. നമുക്കിപ്പോൾ നമ്മുടെ അതേമാതിരി ഇവിടെ ഭാരതപ്പുഴയുടെയൊക്കെ സാമീപ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. തിരുവല്ലാമല ഐവേർമഠം കുറച്ച് ദൂരം തന്നെയുള്ള വലിയ ക്ഷേത്രം, പാമ്പാടി, ലക്കിടി കൂട്ടുപാത, കുഞ്ചൻ നമ്പ്യാരുടെ ഏരിയ എല്ലാം നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഫ്രണ്ട് പോർഷനിലെ ഇതാണ്, ബാൽക്കണിയാണ്. ഇവിടെയൊക്കെ ലൈറ്റ്സ് വരും. നമ്മുടെ റോഡ് കാർ നിൽക്കുന്നിടത്താണ്. ഇവിടെ നമുക്ക് 2-4 വണ്ടി നിർത്താനുള്ള സ്പേസ് ഒക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ചെറിയ രീതിയിലൊക്കെ കാടൊക്കെ വെട്ടി ഒന്നുകൂടി ഒന്ന് വൈറ്റ് വാഷൊക്കെ ചെയ്ത് പുതിയതായിട്ട് നമുക്ക് ചാവി തരുന്നതായിരിക്കും. അപ്പം മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ പറയുന്ന കണക്ക് അതിൽ നമുക്ക് കച്ചവടത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളൊരു എൻ്റെ ഒരു പങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് 56 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്കിപ്പം 60,000 ഇതിൽ പറഞ്ഞിരുന്നു. നമുക്ക് മാക്സിമം നെഗോഷ്യബിൾ ആയിട്ടാണ് തരുന്നത്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വരാം. ആർക്കെങ്കിലും വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ
ഇതിൽ നമ്പറുണ്ട്, ഇതിൽ ബന്ധപ്പെടുക. ഇതിപ്പോൾ ഒറ്റപ്പാലം ഭാഗത്തേക്കൊക്കെ പോകുന്ന ലക്കിടി പോകുന്നതൊക്കെ വണ്ടികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബസ്സുള്ള റൂട്ടാണ്. നമുക്ക് 10 അടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം ആരോഗ്യ സൈനിങ് ഓഫ്.